ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രജനിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മഹേഷിന്റെ വിഷിതയുടെ ടൂറ് അങ്ങനെ നശിപ്പിച്ച് കയ്യിലെടുക്കാൻ തന്നെ സുമതിനെ വിളിച്ചു വരുത്താണ്. സുമതി അടുത്ത് പറയേണ്ടത്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എനിക്ക് മഹേഷിനെ വേണം. സത്യം പറയാലോ, എനിക്ക് ഇഷിതനെ മഹേഷിനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത്രയും നാള് മഹേഷും ഇഷിതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിച്ചെന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് മഹേഷിനോട് വീണ്ടും ഒരു പ്രണയം തോന്നുവാണ്. കാരണം മഹേഷ് എന്നെ മാത്രം പ്രണയിക്കുന്നത് കൊണ്ടാണ് മഹേഷിന് വേറൊരു പെണ്ണിനോടും അങ്ങനത്തെ ഒരു അടുപ്പം തോന്നാത്തത്. സാധാരണ വേറെ ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷിതനെ പോലത്തെ ഒരു സുന്ദരി പെണ്ണിനെയും അതും ഡോക്ടറിനെയും പണക്കാരനെയും കാണുമ്പോ ആരായാലും മയങ്ങി വീഴും. പക്ഷെ മഹേഷ് വീണില്ല. മഹേഷിന് മുമ്പിൽ ഇനി ത്രിലോക സുന്ദരി വന്ന് നിന്നാലും മഹേഷ് വീഴില്ല. കാരണം മഹേഷിനുള്ളിൻ്റെ ഉള്ളിൽ ഈ രചനയുള്ളൂ, അന്നും ഇന്നും എന്നും എപ്പോഴും. പക്ഷെ മഹേഷ് അത് ഇപ്പൊ സമ്മതിച്ചു തരുന്നില്ല. കാരണം ഞാൻ ആകാശിന്റെ കൂടെ പോയതുകൊണ്ട് മാത്രമാണ്. ഇഷിത ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹേഷ് എന്നെ സ്നേഹിക്കും. എന്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് മഹേഷിനോട് പറയാറുണ്ട്, മമ്മീനെ കൂട്ടിക്കൊണ്ടുവരാ ഡാഡി, മമ്മീനെ കൂട്ടിക്കൊണ്ടുവാ ഡാഡി എന്ന്. പക്ഷെ ഇഷിതേനെ അടുത്ത് ചെയ്യുന്നൊരു തെറ്റായി പോകില്ലേ എന്ന് ആലോചിച്ചിട്ടായിരിക്കും മഹേഷ് എന്റെ കൂടെ വരാത്തത്. എന്തായാലും എനിക്കിനി പറ്റില്ല, മഹേഷ് ഇല്ലാതെ പറ്റില്ല. സുമതി, നീ എന്നെ ഇങ്ങനെ എനിക്ക് സഹായിക്കണം. അവരുടെ ടൂറ് മുടക്കണം. ആദ്യത്തെ ടൂറ് മുടക്കിയത് എന്റെ മകളെ വെച്ചിട്ടാണ്. അന്ന് അവൾക്ക് കുറച്ച് വേദനിക്കേണ്ടി വന്നു. തല ഒന്ന് പൊട്ടി ഹോസ്പിറ്റലിൽ കിടന്ന ഒരു 3 ദിവസം. പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെ അപകടമൊന്നും വരുത്തണ്ട, പക്ഷെ എങ്ങനെയെങ്കിലും ടൂർ മുടക്കണം എന്ന് പറയുമ്പോ സുമതി പറയുന്നുണ്ട്, അപകടം വരാതെ എങ്ങനെ ടൂർ മുടക്കാനായിട്ടാ നീ ഉദ്ദേശിക്കണത്? എടി, നീ നല്ല ബുദ്ധിമതിയല്ലേ, നീ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കിടി സുമതി എന്ന് പറയാണ് രചന. അങ്ങനെ സുമതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇവള് പോയി കഴിയുമ്പോ ആകാശിനൊന്ന് പുറത്തിച്ച് കണ്ട് സംസാരിക്കാമെന്ന് തന്നെ തീരുമാനിക്കാട്ടോ സുമതി. അങ്ങനെ ആകാശിന് ഫോൺ വിളിക്കുന്നുണ്ട്. ആകാശ്, എനിക്ക് എത്രയും പെട്ടെന്ന് ആകാശിനെ കാണണമല്ലോ. ശരി, നീ എന്റെ ഓഫീസിലേക്ക് പോന്നേക്കെന്ന് ആകാശ് പറയണം. അങ്ങനെ സുമതി ആകാശിന്റെ ഓഫീസിലേക്ക് പോവാട്ടോ. എന്താ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും, അത് രചന എന്റെ ഒരു വലിയൊരു ദൗത്യം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൗത്യോ? എന്ത് ദൗത്യം? അത് മഹേഷ് മിഷിതയും ടൂർ പോകാൻ പോവാണല്ലോ നാളെ. ഇന്നൊരു ദിവസം മാത്രമേ മുൻപിലുള്ളൂ. മഹേഷിന്റെ മിഷിതയുടെ ടൂർ മുടക്കണം. മഹേഷിനെ അപകടപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ചാൻസ് ആണിത്. രചനയുടെ തലയിൽ ഇടുകയും ചെയ്യാം, അവരുടെ ടൂറും മുടങ്ങും. കൊള്ളാം, അടിപൊളി. മഹേഷ് ഇല്ലാതാവുകയും ചെയ്യും അല്ലേ സുഗതി? അതെ, തീർച്ചയായിട്ടും എന്ന് പറയാണ്. അപ്പൊ അതിനെന്താ പ്ലാനാ ഉണ്ടാക്കുക? രചനനെ വിശ്വസിപ്പിക്കുകയും വേണം എന്ന് പറയുമ്പോ ആകാശ് പറയുന്നുണ്ട്, അവളൊരു മണ്ടിയാണ്, വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. അവളോട് പറയാ ചെറിയൊരു ആക്സിഡന്റ് വരുത്തും, പക്ഷെ മഹേഷിനൊന്നും സംഭവിക്കില്ല. ഒരു ശകുനം എന്ന രീതിയിൽ അവര് ടൂർ എന്തായാലും മുടക്കം വരുത്തും. അവർ ടൂർ നാളെ പോവത്തില്ലെന്ന് അപകടം സംഭവിച്ചുകൊണ്ട്. അത് അവള് സമ്മതിക്കൊന്നുമില്ല. പക്ഷെ നീ എങ്ങനെയൊക്കെ സമ്മതിപ്പിക്കണം എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അങ്ങനെ സുമതി തിരിച്ച് വന്നതിന് ശേഷം രചനടുത്ത് പറയുന്നുണ്ട്, രചന നല്ലൊരു അടിപൊളി ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. എന്താടി ഐഡിയ? നിന്റെ ഐഡിയ ആകുമ്പോഴേക്കും സൂപ്പർ ആയിരിക്കും. എന്താ ഐഡിയ പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും സുഗതി പറയുന്നുണ്ട്, അത് വേറൊന്നല്ല, മഹേഷിന് ചെറിയൊരു ആക്സിഡന്റ് വരുത്താം. ചെറുത്, വണ്ടി ഒന്ന് മുട്ടുകയോ കൈയൊടിയുകയോ അങ്ങനെ എന്തെങ്കിലും. അയ്യോ, അത് വേണ്ട. മഹേഷിന് എന്തിനും അപകടം പറ്റുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എടി, പക്ഷെ ഈ അപകടം നല്ലതിനാടി. ഇഷിതയും മഹേഷ് ടൂർ പോവൂല്ല. പിന്നെ അവരെ സുഖമായിട്ട് എനിക്ക് അകറ്റാൻ സാധിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഈ ടൂർ മുടങ്ങി കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് ഇഷിതയും മഹേഷും രണ്ടും 2 വഴിക്കാകും. ആണോ? ഉറപ്പാണോ എന്ന് രചന ചോദിക്കുമ്പോ, ഉറപ്പാടി, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാടി എന്നൊക്കെ പറയാണ് സുഗതി. ആ ശരി എന്ന് രചനയെ പറയുന്നുണ്ട്. അങ്ങനെ രചനയും അതുപോലെ തന്നെ സുഗതിയും കൂടി ഒരു വാടക ഗുണ്ടനെ ഏർപ്പാടാക്കാണ്. മഹേഷിന്റെ കാറിൽ ചെറുതായിട്ടൊന്ന് മുട്ടാൻ വേണ്ടി ഒരു ലോറി ഏർപ്പാടാക്കാണ്. പക്ഷെ ആ ലോറിക്കാരനെ നേരത്തെ പൈസ കൊടുത്ത് റെഡിയാക്കിയേക്കാണ് ആകാശ് കേട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ ആക്സിഡന്റ് വരുത്തണം, മഹേഷ് മരിക്കണം, അത് ആ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ സുഗതിയും രചനയും കൂടി ആ ലോറിക്കാരനെ കാണാൻ പോവാണ്. രചന പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുട്ടിയാ മതി, ഒരുപാട് അപകടമൊന്നും വരുത്തരുത്, ഒരു പോറൽ പോലെ ഏൽക്കാതെ നോക്കണം എന്നൊക്കെ പറയുമ്പോ, അതൊക്കെ ഞാൻ ചെയ്തോളാം മേഡം എന്നൊക്കെ പറയാട്ടോ ലോറിക്കാരൻ. പക്ഷെ അയാള് സുഗതിനെ നോക്കുമ്പോ തട്ടിക്കോ എന്നാണ് സുഗതി പറയണത്. അങ്ങനെ സുഗതി രചനയും കൂടി തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. മഹേഷിന് അപകടം പറ്റുന്നത് അറിയണമല്ലോ എത്രമാത്രം ആണെന്ന്. അങ്ങനെ സുഗതി രചന കൂടി നേരെ മഹേഷ് ഓഫീസിൽ പോണ സമയത്ത് ഫോളോ ചെയ്ത് പുറകിലേക്ക് പോകാട്ടോ. ആ സമയത്ത് ഈ ലോറിക്കാരനും പുറകില് വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി പറയുന്നുണ്ട്, രചന അതെ ലോറിക്കാരൻ എത്തിയിട്ടുണ്ട്, ഇനി മഹേഷിന്റെ അപകടം മാത്രം നടന്നാ മതി, എനിക്കെന്തോ പേടിയാകുന്നു എന്ന് പറയുമ്പോ, നീ പേടിക്കണ്ട, പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ കൂട്ടുകാരി പറയാണ്. അങ്ങനെ രചന ശരിയാണ്, ചെറിയ കാര്യമായിരിക്കും എന്ന് രചനയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഹേഷിന്റെ വണ്ടിയിലേക്ക് നല്ല രീതിയിൽ തന്നെ ആ ലോറി ഇടിച്ച് കയറ്റുമാട്ടെ. മഹേഷിന്റെ വണ്ടി പപ്പട പരുവത്തിലാവും. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ള ആള് ജീവനോടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. ആ രീതിയിലാണ്
വണ്ടി തകരാറിലാണ്. മഹേഷിന് ഭയങ്കര ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയാണ്. റോട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് മഹേഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ രചന ഓടാൻ പോകുമ്പോഴേക്കും രചനയുടെ കൂട്ടുകാർ പറഞ്ഞ് അവിടെ നിർത്താണ്. രചന, നീ ഇപ്പൊ പോകണ്ട, പോയാൽ പ്രശ്നമാകും. മഹേഷിന് അപകടം പറ്റിയ സമയത്ത് നീ എങ്ങനെ കറക്റ്റ് ആയിട്ട് എവിടെ എത്തി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൊണ്ട് നീ എന്തായാലും ഇപ്പൊ പോകണം എന്നുണ്ടെങ്കിൽ രചനനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. പക്ഷെ മഹേഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മഹേഷിന്റെ ജീവൻ അത്ര ഗുരുതരമാവാണ്. മഹേഷ് എന്തായാലും മരിക്കുമെന്ന് തന്നെ വിധി എഴുതാണ് ഡോക്ടർമാര്. അപ്പൊ ഈ ഒരു സംഭവം ഇഷിതേനെയും മഹേഷിന്റെ വീട്ടുകാരെയൊക്കെ ഡോക്ടർമാരെ അറിയിക്കുന്നുണ്ട്. ഇഷിത ആകെ തകർന്ന് മഹേഷിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷിന്റെ തലയൊക്കെ പൊട്ടി ചോര വരും കേട്ടോ. അത്ര സീരിയസ് അവസ്ഥയാണ്. മഹേഷ് മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ന്യൂസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിവിയിലും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും മഞ്ജിമയും അതുപോലെ തന്നെ രാമനാഥനൊക്കെ ഇത് അറിയുന്നുണ്ട്. അവരൊക്കെ പേടിച്ചു വിറച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ്. അപ്പൊ മഹേഷ് മരിക്കില്ല അച്ഛാ, മഹേഷിന് ഒരു കുഴപ്പവും സംഭവിക്കുന്ന ഇഷിത പറയുമ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് അയാള് സിറ്റുവേഷൻ ആണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറയാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇഷിത, ഇല്ല, ഞാൻ മഹേഷിനെ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കില്ല, മഹേഷ് എന്റെയാണ്, ഞാൻ മഹേഷിനോട് ഒരുപാട് നാൾ സുഖമായിട്ട് ജീവിക്കും, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും, മഹേഷിന് അത് വലിയൊരു ആഗ്രഹമാണ്, ആ ആഗ്രഹം ഒന്നും സാധിക്കാതെ മഹേഷിന് പോകാൻ പറ്റില്ല, മകളെ ഒറ്റക്കാക്കി മകനെ ഒറ്റക്കാക്കി മഹേഷിന് പോവാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പേ രചന പോയിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ തോന്നുന്നുണ്ട്. രചനക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. രചന നോക്കുമ്പോഴേക്കും ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ കരഞ്ഞ് പ്രാർത്ഥന. അങ്ങനെ രചനക്ക് മനസ്സിലാവാണ് താൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷിത മഹേഷിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. രചനയുടെ മനസ്സും ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇഷിത അത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് രചനക്കും അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഡോക്ടർമാര് വിധി എഴുതി മഹേഷ് മരിച്ചു എന്നുള്ളത്. പക്ഷെ വിധിനെ പോലും മറികടന്ന് ഇഷിത മഹേഷിനെ രക്ഷപ്പെടുത്താൻ പോകുന്ന ഭാഗമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോണത്. പ്രൊമോയിൽ ഇത്രേ കാണിച്ചുള്ളൂ. പക്ഷെ പ്രൊമോയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്, വിധീനെ പോലും തോൽപ്പിച്ചു അവളെന്ന്. അത് വേറെ ആരുമല്ല, ഇഷിത തന്നെയാണ്. ഇഷിത അങ്ങനെ വിധീനെ തോൽപ്പിച്ച് മഹേഷിനെ രക്ഷപ്പെടുത്തുമെന്ന് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും അടുത്ത ആഴ്ച അവരുടെ ആ ഒരു ടൂറ് മുടങ്ങുന്ന ഭാഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മഹേഷ് എന്തായാലും ആ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊന്നും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നില്ല. കുറെ നാൾ അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ രചനക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം, എന്തായാലും മഹേഷ് ബെഡിൽ കിടന്ന കിടപ്പാണല്ലോ, മഹേഷിനെ എഴുന്നേറ്റിക്കാനോ നടക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും എന്തായാലും ഉടനെ ഒന്നും ഒന്നാകാൻ പോകുന്നില്ല എന്നൊരു സമാധാനം രചനയുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നാലും താൻ കാരണമാണല്ലോ മഹേഷിന് ഇത് സംഭവിച്ചെന്ന് ഓർത്തിട്ട് രചനക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെയൊക്കെ പിന്നിൽ രചനയാണെന്നുള്ള മഹാസത്യം ഇഷിത മനസ്സിലാക്കുക തന്നെ ചെയ്യും. അത് മാത്രല്ല, ഇഷിത എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനെ രക്ഷപ്പെടുത്തുന്ന ഭാഗവും നമ്മൾ ഈ ആഴ്ച കാണാൻ പോവാണ്. അപ്പൊ അങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള പ്രണയം എല്ലാവർക്കും ശരിക്കും യഥാർത്ഥ പ്രണയമാണെന്നും അവർ തമ്മിൽ എപ്പോഴേ ഒന്നായി തീരേണ്ടവരാണെന്നൊക്കെ ആ ഒരു ഇത് മാറി തീരേണ്ടതും, അതുപോലെ തന്നെ മഞ്ജിമയുടെ സ്വഭാവം മാറുന്നതും, ഇഷിത തന്നെ മഹേഷിനെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും എല്ലാവർക്കും ഇഷിതടുത്തുള്ള സ്നേഹമൊക്കെ കൂടുന്ന ഭാഗങ്ങളും. കാരണം സ്വപ്നക്ക് ഇഷിതടുത്ത് ഇപ്പോഴും ചെറിയൊരു നീരസം ഉണ്ടല്ലോ, അതെന്തായാലും ഈ ഒരു ഇതോട് കൂടി തന്നെ മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഇഷിതയെ തന്നെയാണ് മഹേഷിനെ രക്ഷിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.